ലോകം വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് വരാം. അവിടെ യേശു പറയുകയാണ്, കുറെ കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നില്ല അതിനാൽ. പക്ഷെങ്കിൽ നിങ്ങളോ എന്നെ കാണും. അതെങ്ങനെയാണ് കാണുന്നത്? ജീവനുള്ളവനായ ക്രിസ്തുവിനെ കാണുവാൻ ജീവനുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഈ ലോകത്തിൽ തന്നെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് വേർതിരിച്ചിരിക്കുന്നു എന്നതിനാൽ ആ ജീവന്റെ അവകാശം പ്രാപിച്ച ജനങ്ങളോട്, തന്റെ ശിഷ്യന്മാരോട്, തന്റെ ഭക്തന്മാരോട് കർത്താവ് പറയുകയാണ്, ഈ ലോകം നോക്കുമ്പോൾ അവർക്ക് എന്നെ കാണുവാൻ കഴിയുകയില്ല, കാരണം ഞാൻ മരിച്ചവരായി അവർ എന്നെ കാണുന്നു. പക്ഷെങ്കിൽ നിങ്ങൾക്കോ ഞാൻ ജീവനുള്ളവനായി കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ യേശുവിന്റെ മുഖം സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ കണ്ണഞ്ചിപ്പിക്കുന്നതായ ശോഭ യോഹന്നാന് നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ, അത് യേശു തന്നെയാണോ എന്ന് തന്റെ അനുഭവത്തിൽ തനിക്ക് ഓർമ്മപ്പെടുത്തുവാനും തീർച്ചപ്പെടുത്തുവാനും കഴിയാതെ യേശുവിന്റെ കാൽക്കൽ കമന്നു വീണു ബോധരഹിതനായി. കർത്താവ് അവന്റെ മേൽ കൈവച്ചും കൊണ്ട് പറയുകയാണ്, എഴുന്നേൽക്കുക, ഭയപ്പെടരുത്, ഞാൻ തന്നെയാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, നിന്റെ ഓർമ്മയിൽ ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോഴോ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇന്നത്തെ ഒരു ദിവസം ജീവിതത്തിൽ നമ്മൾ മറക്കാത്ത ഒരു ദിവസമാണ് ആത്മീകമായി. അതെന്താണ് മറക്കാത്തത്? ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ടാണോ? അല്ല, ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ടല്ല. ഇന്ന് നമുക്കൊരു പ്രത്യേക അനുഭവമുണ്ട്. വിശ്വസിക്കുന്ന ജനത്തിന് പ്രത്യേക ഒരു അനുഭവമുണ്ട്. എന്താണ് ആ പ്രത്യേക അനുഭവം എന്നറിയാമോ? ആദ്യമായിട്ട് സ്റ്റിയറിംഗിൽ കൈവച്ച ദിവസം. പ്രൈസ് ദി ലോർഡ്. വാഹനം ഓടിക്കുന്നവർക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു വാഹനത്തിന് മേൽ കൈവച്ചു, നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കുവാൻ തുടങ്ങിയ ഒരു ദിവസം. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, ഇനിയും മേലാൽ നിന്റെ സമാധാനം നീ തന്നെ കണ്ടെത്തണം. എന്റെ സമാധാനം ഞാൻ മുഴുവനും നിന്റെ കയ്യിൽ തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകം അപ്പോൾ എന്തെങ്കിലും വീതിച്ച് സമാധാനം പറഞ്ഞേക്കും, പക്ഷെങ്കിൽ ഞാനോ മുഴുവനായി എല്ലാ സമാധാനവും ഞാൻ നിന്റെ കയ്യിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും നീ തന്നെ നിന്റെ സമാധാനം നിന്നിൽ സൃഷ്ടിക്കണം, നിന്റെ ഭവനത്തിൽ സൃഷ്ടിക്കണം, നീ ജീവിക്കുന്ന ലോകത്തിൽ സൃഷ്ടിക്കണം. അങ്ങനെ മനുഷ്യൻ തന്നെത്താൻ സമാധാനം ഉണ്ടാക്കുവാൻ അഭ്യസിച്ച ഒന്നാം ദിവസം, അതാണ് ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത്. വളരെ പ്രയാസവും ദുഃഖവും, അതുവരെയും സമാധാനം. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചാൽ ഉടനെ ഓടി വരുന്ന ആ കർത്താവ്, കഷ്ടതയിലാകുമ്പോൾ പ്രയാസങ്ങളും നേരിടുമ്പോൾ ഓടി വന്ന് നിന്നെ സഹായിക്കുന്നവൻ. ഇപ്പോൾ ഇതാ കർത്താവ് പറഞ്ഞിട്ട് പോകുന്നു, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നത് പോലെ തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ തിരിച്ചു വരും. ഞാൻ പോകുന്ന പോക്കിൽ ലോകത്തിന് എന്നെ കാണുവാൻ കഴിയുകയില്ല, പക്ഷെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കർത്താവിനെ കാണുവാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നതായ ജനത്തിന് അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ സമാധാനത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ കൃപ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് ക്രിസ്തീയ ജീവിതം. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ കഴിയില്ല ദുഃഖവെള്ളിയാഴ്ച. കർത്താവിനെ ക്രൂശിച്ചതിലുള്ള ദുഃഖമല്ല, കർത്താവ് അതിനു മുമ്പ് ഈ ലോകം വിട്ടു പോയി. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി അവർക്ക് നുറുക്കി കൊടുത്ത്, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ് അവർക്ക് വീതിച്ചു കൊടുത്തു. അതിനുശേഷം കർത്താവ് പോകുന്നതിനും അവരോട് പറയുകയാണ്, ഞാൻ പോവുകയാണ്, അല്പനേരം കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് എന്നെ കാണുവാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെ എല്ലാ ദിവസവും ഏത് സമയത്തും കാണാം, കാരണം ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാകിയാൽ. പക്ഷെങ്കിൽ ഒരു വ്യത്യാസം, നിങ്ങൾക്ക് എന്നെ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനമില്ലാത്തപ്പോൾ, നിങ്ങൾ കഷ്ടത്തിലാകുമ്പോൾ, സമാധാനം എവിടെയൊക്കെ ആവശ്യമായി വരുന്നോ അവിടെ നിങ്ങൾ നിലവിളിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ഒരു വാക്ക് പറയും, ഞാൻ നിന്നിൽ സമാധാനം തന്നിട്ടുണ്ടല്ലോ, ഞാൻ തന്നിട്ടല്ലേ പോരുന്നത്, നീ എടുത്ത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ ഉള്ളിൽ സമാധാനം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ,
നമുക്ക് വഹിക്കാനൊക്കാത്തതായ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും അനേക ദുഃഖ വെള്ളിയാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ തുടക്കമിടും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ, കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു. അതൊരിക്കൽ പോലും ആ ദുഃഖ വെള്ളിയാഴ്ച നിന്നിട്ടില്ല. ഉയർപ്പിന്റെ ദിവസം യേശുവിനെ കണ്ടുവെങ്കിലും ദുഃഖത്തിന്റെ വെള്ളിയാഴ്ചകൾ അവരുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഈ ദുഃഖ വെള്ളിയാഴ്ച നിന്റെ ജീവിതത്തിൽ ഒഴിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇനിയും നിന്റെ കയ്യിലുള്ളതായ സമാധാനത്തെ ഉപയോഗിക്കുവാൻ നീ തന്നെ അഭ്യസിക്കണം. നിന്റെ വാഹനം, ഞാൻ തന്നിരിക്കുന്നതായ വാഹനം, നീ നല്ലതുപോലെ സ്റ്റിയറിംഗ് പിടിക്കുവാൻ നിനക്ക് അഭ്യസനം ഉണ്ടാകണം. എത്ര മഹത്വകരമായ ദിവസം! നമ്മുടെ ജീവിതത്തിൽ തന്നെ നിൽക്കുവാൻ, സ്വന്തം കാലിൽ നിൽക്കുവാൻ നാം അഭ്യസിച്ചതായ ദിവസം. തലേ ദിവസം വരെ യേശു അവരോടൊപ്പം ഉണ്ടായിരുന്നു. കഷ്ടതയുടെ സമയത്ത് ശത്രു കടന്നു വരുമ്പോൾ തന്റെ മുഖപ്രഭാവം കൊണ്ട്, തന്റെ തേജസ് കൊണ്ട് അവരെയൊക്കെയും അവരുടെ മുൻപിൽ ഉറച്ചു നിൽക്കുവാൻ ശിഷ്യന്മാർക്ക് കർത്താവ് കൃപ കൊടുത്തു. അനേക ശത്രുക്കളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ അവൻ കൃപ കൊടുത്തു. അവർക്ക് വിശന്നപ്പോൾ അവർക്ക് വേണ്ടുവോളം ഭക്ഷണം കൊടുത്തു. അവർക്ക് ദാഹിച്ചപ്പോൾ അവർക്ക് വേണ്ടുവോളം കുടിപ്പാൻ കൊടുത്തു. യേശുവിന്റെ പുറകെ നടന്നപ്പോൾ അവർക്ക് ദാഹവുമില്ല, വിശപ്പുമില്ല, ഒന്നുമില്ല, ധാരാളം സമൃദ്ധിയാണ്. പക്ഷെങ്കിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച തുടങ്ങി, സകലത്തിനും ഷോർട്ടേജ് ഉണ്ടാകുവാൻ തുടങ്ങി. അവർ തന്നെ കണ്ടെത്തേണ്ടതായ ആ ദിവസങ്ങൾ. പത്രോസിന് ആ സുവിശേഷം ആദ്യം മനസ്സിലായില്ല. അതുകൊണ്ട് പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. അങ്ങനെ കുറെ പേരും അവന്റെ കൂടെ കൂടി. അതിനുശേഷമാണ് യേശുവിന്റെ ഉയർപ്പിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മഹത്വമായ വാഗ്ദത്തങ്ങൾ ഓരോന്നായി പടിപടിയായി നിറവേറുന്നത് പത്രോസ് കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി, സമാധാനം തന്നിട്ട് പോയിട്ടുള്ളത് ഞാൻ തന്നെ. എന്റെ സമാധാനം കണ്ടെത്തണം, എന്റെ സ്വന്തം കാലിൽ നിൽക്കണം, അനേകരെ നിൽക്കുമാറാക്കണം. ഈ സുവിശേഷം ശിഷ്യന്മാരിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് പറഞ്ഞത് അവർക്ക് ഓർമ്മ വന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ കർത്താവിനെ നോക്കുന്നത് മരിച്ചവനായിട്ടോ ജീവിക്കുന്നവനായിട്ടോ? എപ്പോൾ ജീവിക്കുന്നവനായിട്ട്? കർത്താവ് പറയുന്നു, ഞാൻ എന്നേക്കും ജീവിക്കുന്നവനായി. എന്നേക്കും ജീവിക്കുന്ന ദൈവത്തെ, ജീവനുള്ള കർത്താവിനെ നിങ്ങൾക്ക് കാണുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ജീവൻ ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകണം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല, അവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായ ഒരു വിശ്വാസം നിന്റെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ പാതാള ഗോപുരങ്ങൾ നിന്നിൽ തോൽവി അടയുന്നതിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും. ഈശാനമാലം ഉണ്ടാകുന്നതായ കാറ്റിനെ ജയിച്ചു മുൻപോട്ട് പോകാനുള്ള ഒരു കൃപ ദൈവം നിനക്ക് തരും. നിന്റെ ജീവിതത്തിലെ ദുഃഖ വെള്ളിയാഴ്ച ഒരു ദിവസം പോലും ഒഴിയുമെന്ന് നീ വിചാരിക്കരുത്. അത് തുടക്കമാണ്. പക്ഷെങ്കിൽ ഈ ദുഃഖത്തെ അതിന് കടക്കുവാൻ തക്കവണ്ണം, അതിനെ കടന്ന് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകം തരും. ആ അഭിഷേകം നിന്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ വാക്കുകളുടെ ശരിവെക്കുന്നതായ നിമിഷങ്ങളായി നിന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകും. എന്താണ്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല. ഞാൻ മരിച്ചവരായി അവരുടെ മുൻപിൽ അവർ വരച്ചു കാട്ടിക്കൊണ്ടിരിക്കും. എന്റെ മരണത്തെക്കുറിച്ച് അവർ പ്രസ്താവിച്ചു കൊണ്ടിരിക്കും. എന്റെ മരണത്തെ അവർ വിവരിച്ചു കൊണ്ടിരിക്കും. നീയോ എന്നേക്കും ജീവിക്കുന്ന എന്റെ ജീവന്റെ ശക്തിയെ, ജീവന്റെ തുടിപ്പിനെ, സമൃദ്ധിയായ ജീവനെ നിന്നിലും മറ്റുള്ളവരിലേക്കും നിന്റെ തലമുറകളിലേക്കും പകർന്നു കൊടുക്കുവാനായി തീരും. ഗോഡ് ബ്ലെസ് യു.